Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് സെപ്റ്റംബർ 2, 2025 നിഫ്റ്റി 50 ഇൻട്രാഡേ ട്രേഡിംഗ് സാധ്യതകളാണ്. ഇതിന് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് ഇന്നലെ, അതായത് സെപ്റ്റംബർ 1 മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷമുള്ള പ്രൈസ് ആക്ഷൻ വിശകലന റിപ്പോർട്ടാണ്, അല്ലേ? അതെ, ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചുള്ള ഒരു അനാലിസിസ് ആണിത്. അപ്പോ നമ്മുടെ ലക്ഷ്യം ഈ റിപ്പോർട്ടിലെ പ്രധാന ലെവലുകൾ, സാധ്യതകള്, പിന്നെ തന്ത്രങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്ത് നിങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക എന്നതാണ്. അപ്പോ നമുക്ക് തുടങ്ങാവല്ലേ? ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു, നാളത്തേക്ക് എന്ത് സൂചനയാണ് നൽകുന്നത്? തീർച്ചയായും. ആദ്യം തന്നെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ റിപ്പോർട്ട് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. ഓർക്കുന്നുണ്ടാവും, നിഫ്റ്റി കുറച്ചു മുമ്പ് 25,050 വരെ പോയിട്ട് ഒരു ഷാർപ്പ് കറക്ഷൻ വന്നിരുന്നു. നല്ലൊരു വീഴ്ചയായിരുന്നു അത്. അതെ. അതിനുശേഷം ഏകദേശം 24,400 റേഞ്ചില് അതൊരു ഡിമാൻഡ് സോൺ ആയിരുന്നു. അവിടുന്ന് ഒരു തിരിച്ചുവരവും നമ്മൾ കണ്ടു. ഇപ്പോ ഇൻഡെക്സ് നിൽക്കുന്നത് ഏതാണ്ട് 24,625 എന്നൊരു റെസിസ്റ്റൻസ് ലെവലിനടുത്തേക്കാണ് വീണ്ടും വരുന്നത്. അതൊരു തടസ്സമാണ്. ഓക്കെ, അപ്പൊ ആ റെസിസ്റ്റൻസിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതെ. ഇനി ഈ റിപ്പോർട്ട് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ, അത് 24,420 മുതൽ 24,480 വരെയുള്ള ഒരു ഏരിയയാണ്. 24,420, 480. എന്തുകൊണ്ടാണ് അതത്ര പ്രധാനം? കാരണം അവസാനം മാർക്കറ്റ് നല്ലൊരു ബൗൺസ് എടുത്തത് മുകളിലേക്ക് തിരിഞ്ഞത് ഈ ഒരു സോണിൽ തട്ടിയിട്ടാണ്. അപ്പോ വീണ്ടും വില അങ്ങോട്ട് വന്നാൽ വാങ്ങാൻ ആൾക്കാർ താല്പര്യം കാണിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം RSI, നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇല്ലേ, ആ ഇൻഡിക്കേറ്ററിലും ഒരു റിക്കവറി കാണിക്കുന്നുണ്ട്. അതും ഈ സപ്പോർട്ടിനെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്നു. ശരി. ഇതിനു പുറമെ ഒരു ചെറിയ ഇൻട്രാഡേ സപ്പോർട്ട്, ദിവസത്തിനുള്ളിൽ ഒരു താങ്ങായി വർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ 24,550 ഈ അനാലിസിസിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ താഴെ 24,420, 480 എന്നൊരു സ്ട്രോങ് ബേസും അതിന് മുകളിൽ 24,550 എന്നൊരു താൽക്കാലിക സപ്പോർട്ടും. ഇനി മുകളിലേക്കുള്ള തടസ്സങ്ങളെക്കുറിച്ച് എന്താണ് ഈ റിപ്പോർട്ട് പറയുന്നത്? അതായത് റെസിസ്റ്റൻസ് ലെവലുകൾ. മുകളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു പ്രധാന തടസ്സം അല്ലെങ്കിൽ സപ്ലൈ സോൺ വരുന്നത് 24,650, 24,700 എന്ന ഏരിയയിലാണ്. 24,650 തൊട്ട് 24,700 വരെ. അതെ. സപ്ലൈ സോൺ എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ വിൽപ്പനക്കാർ കൂടുതൽ ആക്റ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമ്മൾ നോക്കിയാൽ കാണാം, ഇപ്പോഴത്തെ ഈ ചെറിയൊരു ഇറക്കം തുടങ്ങിയത് തന്നെ ഈ ഒരു സോണിൽ തട്ടിയിട്ടാണ്. ശരിയാണ്. അപ്പോ ഈ 24,700 എന്ന ലെവൽ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു തുടർ മുന്നേറ്റത്തിന് സാധ്യതയുള്ളൂ. ഇനി അഥവാ ഇത് ബ്രേക്ക് ചെയ്താൽ അടുത്ത പ്രധാന റെസിസ്റ്റൻസ് വരുന്നത് കുറച്ചുകൂടി മുകളിലാണ്, 24,850, 24,900 റേഞ്ചിൽ. അതും ഒരു പ്രധാന സോണാണ്. ഈ റെസിസ്റ്റൻസ് സോണുകളെക്കുറിച്ച് പറയുമ്പോൾ RSIനെ പറ്റിയും ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ RSI 63 ആണെന്ന്. അതെ. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. RSI 63 എന്ന് പറഞ്ഞാൽ അത് ഓവർബോട്ട് സോണിനടുത്തേക്ക് വരുന്നു എന്നാണ് അർത്ഥം. 70-ന് മുകളിലാണ് സാധാരണ നമ്മൾ ഓവർബോട്ട് എന്ന് പറയുക. ഓക്കെ, ഓവർബോട്ട് എന്ന് വെച്ചാല്? ഓവർബോട്ട് എന്ന് വെച്ചാല് ഈ അടുത്ത സമയത്ത് വില വളരെ വേഗത്തിൽ അല്ലെങ്കിൽ അധികമായി ഉയർന്നു, ഇനിയൊരു ചെറിയ തിരുത്തലിനോ ലാഭമെടുക്കലിനോ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ്. അപ്പോ RSI 63-ലാണ്, വില റെസിസ്റ്റൻസ് സോണായ 24,650, 700-ന്റെ അടുത്താണ്. ഇതിന്റെ അർത്ഥം ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്ത് വെച്ച് പുതിയ ലോങ് എൻട്രികൾ, അതായത് ബൈ പൊസിഷനുകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം അവിടെ നിന്ന് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെ, ഒരു റിജക്ഷൻ വരാം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാം. അതുകൊണ്ട് അവിടെ ഒരു ജാഗ്രത നല്ലതാണ്. ശരി. അപ്പോ നിലവിലെ സാഹചര്യം, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, RSI സൂചനയൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നാളേക്ക് സെപ്റ്റംബർ 2-ാം തീയതിയിലേക്കുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്? ആദ്യം നമുക്ക് വാങ്ങാൻ അവസരം നോക്കുന്നവരെക്കുറിച്ച് സംസാരിക്കാം. ലോങ് എൻട്രിക്ക് എവിടെയാണ് സാധ്യത? ലോങ് സൈഡിൽ പ്രധാനമായിട്ടും 2 സാധ്യതകളാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തത് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഈ പറഞ്ഞ 24,700 എന്ന റെസിസ്റ്റൻസ് ലെവലില്ലേ? 24,700. അതെ, ആ ലെവലിന് മുകളിലേക്ക് വില നല്ല വോളിയത്തോടെ, അതായത് നല്ല വാങ്ങൽ താൽപര്യത്തോടെ കടക്കുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് സിഗ്നലായി കണക്കാക്കാം. അവിടെ ഒരു ലോങ് എൻട്രി പരിഗണിക്കാവുന്നതാണ്.
വോളിയം പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. ആ ബ്രേക്ക്ഔട്ടിന് ഒരു സ്ഥിരീകരണം നൽകുന്നത് വോളിയമാണ്. ഓക്കെ. അപ്പോ ഈ 24,700-ന് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് എൻട്രി എടുത്താല് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? ടാർജറ്റുകൾ എന്തൊക്കെയാണ്? റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് 24,620-ന് താഴെ വെക്കാനാണ്. അതായത് ബ്രേക്ക് ചെയ്ത ലെവലിന് തൊട്ടു താഴെയായിട്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അതെ. ഇനി ടാർഗറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് 24,780 ആണ്. അതും കടന്നു പോവുകയാണെങ്കിൽ അടുത്ത ലക്ഷ്യം 24,850 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാന റെസിസ്റ്റൻസ് സോണിന്റെ തുടക്കമാണ് 24,850. ഓക്കെ. അവിടെ എത്തുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. തീർച്ചയായും. അവിടെ വേണമെങ്കിൽ ഭാഗികമായി ലാഭമെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ഇനി രണ്ടാമതൊരു ലോങ് എൻട്രി സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അഗ്രസീവ് ലോങ് എൻട്രി. അതെന്താണ്? അത് കുറച്ചുകൂടി എന്താ പറയാ, റിസ്ക് കൂടിയ ഒരെണ്ണമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വില 24,700 ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് വരുന്നു എന്ന് കരുതുക. ഓക്കെ. റെസിസ്റ്റൻസിൽ തട്ടി താഴേക്ക് വരുന്നു. അതെ. അങ്ങനെ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ 24,500, 24,550 എന്നൊരു ഇൻട്രാഡേ സപ്പോർട്ട് സോൺ ഉണ്ടല്ലോ. 24,550 ലെവൽ. ആ സോണിലെത്തുമ്പോൾ വില താഴേക്കുള്ള പോക്ക് നിർത്തുന്നതിന്റെ സൂചനകൾ, അതായത് നല്ല ബുള്ളിഷ് കാൻഡിൽ പാറ്റേണുകൾ, ഒരു ഹാമർ പോലെയോ അല്ലെങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണോ ഫോം ചെയ്യുകയാണെങ്കിൽ, അതായത് വാങ്ങുന്നവർ ശക്തി കാണിക്കുന്നതിന്റെ സൂചനകൾ. അതെ, അത്തരം സിഗ്നലുകൾ കിട്ടിയാൽ ആ സപ്പോർട്ട് സോണിൽ നിന്ന് തന്നെ ഒരു ലോങ് എൻട്രി എടുക്കുന്നതിനെയാണ് അഗ്രസീവ് എൻട്രി എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് കൺഫർമേഷനെ കാത്തു നിൽക്കുന്നില്ല. പക്ഷേ റിസ്ക് കൂടുതലാണ്. പക്ഷേ എൻട്രി കുറച്ചുകൂടി നേരത്തെ കിട്ടിയേക്കാം. സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി ടൈറ്റായി വെക്കേണ്ടി വരും. വളരെ വ്യക്തമായി. അപ്പോൾ ലോങ് പോകാൻ രണ്ടു വഴികൾ. ഒന്ന് ബ്രേക്ക്ഔട്ടിന് ശേഷം, അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സൽ സിഗ്നൽ കിട്ടിയാൽ. ഇനി മാർക്കറ്റ് താഴോട്ട് പോകാനാണ് സാധ്യത തോന്നുന്നതെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എന്ത് അവസരങ്ങളാണ് ഈ റിപ്പോർട്ട് കാണുന്നത്? ഷോർട്ട് സെല്ലിനും സമാനമായ ഒരു പ്രധാന സാധ്യത റിപ്പോർട്ട് പറയുന്നുണ്ട്. വില ഈ പറഞ്ഞ 24,650, 24,700 റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തുന്നു. പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ തട്ടി താഴേക്ക് തിരിയുന്നു. ഓക്കെ. റിജക്ഷൻ സംഭവിക്കുന്നു. അതെ, ഒരു റിജക്ഷൻ. അങ്ങനെ സംഭവിക്കുകയും അവിടെ വിൽപ്പനയുടെ ശക്തി കാണിക്കുന്ന കാൻഡിൽ പാറ്റേണുകൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയോ ബെയറിഷ് എൻഗൾഫിംഗ് പോലെയോ രൂപപ്പെടുകയും ചെയ്താൽ, അതായത് വിൽപ്പനക്കാർ കൺട്രോൾ എടുക്കുന്നു എന്ന സൂചന. ശരിയാണ്. അങ്ങനെയൊരു സൂചന കിട്ടിയാൽ അവിടെ ഒരു ഷോർട്ട് എൻട്രി പരിഗണിക്കാമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആ റെസിസ്റ്റൻസ് ഹോൾഡ് ചെയ്യുന്നു, വില താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയൊരു ഷോർട്ട് എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും എങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഷോർട്ട് എൻട്രിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് 24,720-ന് മുകളിലാണ്. അതായത് ആ റെസിസ്റ്റൻസ് സോൺ ക്ലിയറായി ബ്രേക്ക് ചെയ്താൽ നമ്മൾ എക്സിറ്റ് ആവും. നഷ്ടം ലിമിറ്റ് ചെയ്യാൻ. അതെ. താഴേക്കുള്ള ടാർഗറ്റുകൾ നോക്കിയാൽ ആദ്യത്തെ ലക്ഷ്യം ടാർഗറ്റ് 1 24,550 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാഡേ സപ്പോർട്ട്. അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ അടുത്ത ടാർഗറ്റ് വരുന്നത് 24,480 ആണ്. ഓക്കെ. ഇനി ഈ 24,480 ഉൾപ്പെടുന്ന ആ പ്രധാന സപ്പോർട്ട് സോണും കൂടി തകരുകയാണെങ്കിൽ വില ചിലപ്പോൾ 24,420 എന്ന പ്രധാന ഡിമാൻഡ് സോണിന്റെ താഴെത്തട്ട് വരെ പോകാനും സാധ്യതയുണ്ട്. അതൊരു എക്സ്റ്റൻഡഡ് ടാർഗറ്റായിട്ട് കാണാം. ശരി. അപ്പോൾ ലോങ് പോകാനും ഷോർട്ട് പോകാനും വ്യക്തമായ സാഹചര്യങ്ങളും ലെവലുകളും ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ നാളത്തെ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് ചായ്വാണോ അതോ ബെയറിഷ് ചായ്വാണോ ഈ റിപ്പോർട്ട് കൂടുതൽ കാണുന്നത്? ഒരു ഓവറോൾ ബയാസ്. അത് ശരിക്കും 24,700 പിന്നെ 24,650 ലെവലുകളെ ആശ്രയിച്ചിരിക്കും. വില 24,700-ന് മുകളിൽ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങിയാൽ, അതായത് ആ ബ്രേക്ക്ഔട്ട് വിജയിച്ചാൽ ഒരു ബുള്ളിഷ് ബയാസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ മുകളിലേക്കുള്ള റാലി തുടരാം. അതെ, ഒരുപക്ഷെ 24,880 ലക്ഷ്യമാക്കി നീങ്ങാം. ഇനി മറിച്ചാണെങ്കിലോ? 24,700 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ 24,650-700 സോണിൽ നിന്ന് നല്ല റിജക്ഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ബെയറിഷ് ബയാസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ സെല്ലേഴ്സാണ് സ്ട്രോങ് എങ്കിൽ വില വീണ്ടും താഴെയുള്ള സപ്പോർട്ടുകളിലേക്ക്, അതായത് 24,550, 24,480, ചിലപ്പോൾ 24,420 വരെയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 24,650, 24,700 സോൺ നാളത്തെ ദിശ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കും.
ഓക്കെ, ഈ പ്രധാന ലെവലുകൾക്കിടയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനോ ഒഴിവാക്കാനോ പറയുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ചില റേഞ്ചുകൾ വളരെ കൺഫ്യൂസിംഗ് ആകാറുണ്ടല്ലോ. ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട്. അത് 24,600-നും 24,650-നും ഇടയിലുള്ളൊരു 50 പോയിന്റ് റേഞ്ചിനെ കുറിച്ചാണ്. 24,600, 24,650. അതെ, ഈ റേഞ്ചിനെ ഒരു ചോപ്പി സോണായിട്ട് കാണണം എന്നാണ് പറയുന്നത്. ചോപ്പി സോൺ അതായത് അവിടെ വിലക്ക് വ്യക്തമായ ഒരു ദിശയുണ്ടാവില്ല. പെട്ടെന്ന് മുകളിലേക്കും താഴേക്കും മാറി മാറി സഞ്ചരിക്കാം. ഒരു തരം കൺഫ്യൂഷൻ സ്റ്റേറ്റ്. അങ്ങനെയുള്ള സോണിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെറുതെ നഷ്ടം വരും. ശരിയാണ്. അതുകൊണ്ട് ഒന്നുകിൽ 24,700-നും മുകളിലൊരു ക്ലിയർ ബ്രേക്കൗട്ട്, അല്ലെങ്കിൽ 24,650-ന് താഴെ ഒരു ക്ലിയർ റിജക്ഷൻ വരുന്നതുവരെ ഈ 24,600-650 റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് റിപ്പോർട്ട് പറയുന്നു. അത് വളരെ നല്ലൊരു പോയിന്റാണ്. അനാവശ്യ ട്രേഡുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അപ്പോ ഈ വിശകലനം കേൾക്കുന്ന നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കണം. പ്രധാന ലെവലുകൾ 24,700, 24,850, മുകളിൽ 24,550, 24,480, 24,420, താഴെ. ഇതൊക്കെ നിങ്ങളുടെ ചാർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ RSI ഓവർബോട്ട് സോണിനടുത്താണ് എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് പ്രത്യേകിച്ച് 24,650, 700 റെസിസ്റ്റൻസിനടുത്ത് ലോങ് എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഓർമ്മ വയ്ക്കണം. ഏറ്റവും പ്രധാനം ആ 24,600, 24,650 എന്ന നോ ട്രേഡ് സോൺ, അവിടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ വെച്ച് എവിടെ എൻട്രി, എവിടെ എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എവിടെ എന്നൊക്കെ ഒരു ധാരണയുണ്ടാക്കാൻ ഈ വിശകലനം സഹായിക്കും. പക്ഷെ ഓർക്കുക, ഇത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. സാധ്യതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് നിർബന്ധമാണ്. അതെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നാളത്തെ പ്രധാന കളികൾ നടക്കാൻ സാധ്യതയുള്ളത് 24,700-ന് മുകളിലേക്കുള്ള ബ്രേക്കൌട്ടിലോ അല്ലെങ്കിൽ 24,650, 700 സോണിലെ റിജക്ഷനിലോ ആയിരിക്കാം. താഴെ 24,420, 480 സോൺ ശക്തമായ സപ്പോർട്ടാണ്. RSI ഓവർബോട്ട് സൂചനയുണ്ട്. പിന്നെ ആ 24,600, 650 ചോപ്പി സോൺ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഈ ടെക്നിക്കൽ വശങ്ങൾ വിശദമായി സംസാരിച്ചു. ഇത് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ മാത്രം വെച്ചുള്ള ഒരു വിലയിരുത്തലാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണ്ടേ. നാളെ മാർക്കറ്റ് സമയത്തോ അതിനു മുൻപോ വരാനിരിക്കുന്ന എന്തെങ്കിലും പ്രധാന വാർത്തകൾ, വല്ല ഗ്ലോബൽ ന്യൂസോ ഇക്കണോമിക് ഡാറ്റ റിലീസോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയപരമായ എന്തെങ്കിലും സംഭവങ്ങളോ? തീർച്ചയായും അതൊരു പ്രധാന ഘടകമാണ്. അത്തരം വാർത്തകൾ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ലെവലുകളെ അതെങ്ങനെ ബാധിക്കാം? ചിലപ്പോൾ ഒരു വലിയ വാർത്ത വന്നാൽ ഈ സപ്പോർട്ടോ റെസിസ്റ്റൻസോ നിഷ്പ്രയാസം ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം, അല്ലേ? ശരിയാണ്. ടെക്നിക്കൽ ലെവലുകൾക്ക് മുകളിൽ ന്യൂസ് ഇവന്റുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോ നിങ്ങളൊരു ട്രേഡർ എന്ന നിലയില് ഈ ടെക്നിക്കൽ പ്ലാനിനൊപ്പം തന്നെ പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഇത്തരം വാർത്തകളെക്കുറിച്ചും ഒരു കണ്ണുവെക്കണം. അതെങ്ങനെ ഈ ലെവലുകളെ ബാധിക്കാമെന്നുകൂടി ചിന്തിക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിനെ കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതൊരു തുടർ ചിന്തയ്ക്കുള്ള വിഷയമാണ്. എന്തായാലും നിങ്ങൾ നൽകിയ ഈ ട്രേഡിംഗ് പ്ലാനിന്റെ വിശദമായ ഒരു വിശകലനം നമ്മളിവിടെ നടത്തി. അതിനായി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. എന്റെ സന്തോഷം. ഈ ചർച്ച നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.